നമസ്കാരം. കഴിഞ്ഞ നിയമസഭയിൽ 99 പേരായിരുന്നു LDFിൻ്റെ MLAമാർ, മുഖ്യമന്ത്രി അടക്കം. 41 പേരായിരുന്നു UDFിൻ്റേത്. പക്ഷേ 41 പേരിൽ മഹാഭൂരിപക്ഷവും UDFിലെ മിടുമിടുക്കന്മാരായിരുന്നു. അവസാന കാലഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ഒരു സൂപ്പർ സ്റ്റാർ കൂടി എത്തി. അവരുടെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാത്രം മതിയായിരുന്നു പിണറായിയെയും മന്ത്രിമാരെയും നിലക്ക് നിർത്താൻ. എന്നാൽ ഇത്തവണ 102 MLAമാരുമായി UDF എത്തുമ്പോൾ പ്രതിപക്ഷത്തിനുള്ള 34 പേരിൽ ഒരുത്തനു പോലും കാര്യഗൗരവമില്ല. അത് സീനിയോറിറ്റി, തലമുറ മാറ്റം എന്നൊക്കെ പറഞ്ഞ് പണി അറിയാവുന്നവരെയൊക്കെ മാറ്റി നിർത്തി. അതുകൊണ്ട് തന്നെ ഇക്കുറി പ്രതിപക്ഷം അതീവ ദുർബലമായിരിക്കും. ഒരു വിഷയവും അവർക്ക് ഉയർത്തി കാണിക്കാൻ കഴിയില്ല. ഒരു വിഷയം അവതരിപ്പിച്ചാൽ ആ അവതരിപ്പിക്കുന്നതിന് മുന നിശേഷം ഇല്ലാതാക്കാനുള്ള ശേഷി മുഖ്യമന്ത്രിക്കുമുണ്ട്, മന്ത്രിമാർക്കുമുണ്ട്, ഭരണപക്ഷത്തെ പിൻബെഞ്ചുകാർക്കുമുണ്ട്. അതുതന്നെയായിരിക്കും LDF ഇക്കുറി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. നിയമസഭയിൽ ഒരു വിഷയവും ഫലവത്തായി അവതരിപ്പിച്ച് കയ്യേട് നേടാൻ അവർക്ക് കഴിയില്ല. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ ഒരു തികഞ്ഞ പരാജയമാകുമെന്ന് തീർച്ചയാണ്. ഇത് പാർട്ടിക്കും അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഉപനേതാവ് കസേരയിൽ ബാലഗോപാലിനെ ഇരുത്തി പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ ബാലഗോപാൽ ചോദിക്കുന്നത്. ബാലഗോപാലിനും പരിമിതികളുണ്ട്. താത്വിക പരിവേഷമായതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കാര്യങ്ങൾ കൃത്യമായി പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് മറുഭാഗത്ത് ഉത്തരം പറയുന്നയാൾ സാക്ഷാൽ VD സതീശനാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം നിയമസഭയിൽ കത്തിക്കയറി പിണറായി വിജയനെയും ധനമന്ത്രി ബാലഗോപാലിനെയും ഒക്കെ ആകാശത്തിലൂടെ പറപ്പിച്ചതിനെക്കുറിച്ച് വീഡിയോ ഞാൻ ചെയ്തിരുന്നു. പ്രേക്ഷകരൊക്കെ അത് കണ്ടതാണ്. എന്നാൽ ഇന്നാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇതിന് തുടക്കത്തിലെ ചില സംഭവങ്ങൾ. അത് ധവളപത്രം അവതരിപ്പിച്ചതിന് ശേഷം ധവളപത്രത്തെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു. ആ ചർച്ചയിലാണ് മുഖ്യമന്ത്രി കത്തിക്കയറിയതും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ പത്തിമടക്കേണ്ടി വന്നതും. എന്നാൽ അതിനു മുമ്പ് ധവളപത്രം അവതരിപ്പിക്കാൻ വേണ്ടി നിയമസഭ ആരംഭിച്ചപ്പോൾ സംഭവിച്ച ചില കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ചിരിച്ച് മണ്ണ് കുപ്പിപ്പോയി. പിണറായിക്ക് നിന്നുകൊണ്ട് മുള്ളേണ്ട അവസ്ഥയാണ് VD സതീശന് മറുപടി ഉണ്ടാക്കുന്നത്. ബാലഗോപാലാവട്ടെ സൗമ്യതയോടെ പുഞ്ചിരിയോടെയൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ല എന്ന് പറയാം. സമ്മേളനം ആരംഭിക്കുന്ന മുഖ്യമന്ത്രി ധവളപത്രം സഭയിൽ വയ്ക്കാൻ ശ്രമിക്കുന്നു. അതിനുവേണ്ടി മുഖ്യമന്ത്രിയെ സ്പീക്കർ ക്ഷണിക്കുന്നു. പക്ഷെ അപ്പോൾ തന്നെ സ്പീക്കർ എന്തോ പറയുന്നു ഈ ധവളപത്രം അവതരിപ്പിക്കുന്നതിന്റെ ഫോർമാലിറ്റിയുമായി ബന്ധപ്പെട്ട്. അത് മുഖ്യമന്ത്രിക്ക് വേണ്ടതുപോലെ പിടിച്ചില്ല. ആ ഭാഗം ഇങ്ങനെയാണ്: സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മേശപ്പുറത്ത് വയ്ക്കാവുന്നതാണ്. അല്ലല്ല, ആദ്യം അത് പ്ലേസ് അങ്ങനെ ഒരു ഇതുണ്ട്. ലേ ചെയ്യുന്നതിനെയാണോ അങ്ങ് ഒപ്പോസ് ചെയ്യുന്നത്? സാർ, അതിന് 303 അനുസരിച്ച് ഒരു വിയോജനക്കുറിപ്പ്, ഒരു കുറിപ്പ് ബഹുമാനപ്പെട്ട ശ്രീ KN ബാലഗോപാൽ തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി ആദ്യം കമന്റ് ചെയ്യേണ്ടത് ഇത് അവതരിപ്പിക്കണ അങ്ങ് വിളിച്ചതനുസരിച്ച് അതല്ലേ ലേ ചെയ്യാനായിട്ട് അങ്ങ് ലേ ചെയ്യുക. ലേ ചെയ്തതിന് ശേഷം ഒരു വിയോജനക്കുറിപ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ലേ ചെയ്യട്ടെ, സഭയുടെ പ്രോപ്പർട്ടി ആകട്ടെ. കേക്കോ സാർ, കാര്യവിവര പട്ടികയിലെ ഇനം 2 പ്രകാരമുള്ള സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. എന്തായാലും മനസ്സിലാ മനസ്സോടെ മുഖ്യമന്ത്രി വഴങ്ങുന്നു. ധവളപത്രം മേശപ്പുറത്ത് വെച്ചിട്ടിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിന് കാര്യം മനസ്സിലാകാത്തത് കൊണ്ട് ക്രമപ്രശ്നം ഉന്നയിക്കാൻ വേണ്ടി വിളിച്ചത് KN ബാലഗോപാലിനെയാണ്. ബാലഗോപാൽ ഒരു 8-10 മിനിറ്റ് മനുഷ്യനെ വെറുപ്പിച്ച് ഒരേ കാര്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിലൊരൊറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഈ ധവളപത്രം അതീവ രഹസ്യ സ്വഭാവമുള്ള ഒന്നാണ്. അത് പുറത്തൊരു കമ്മിറ്റിയെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ശരിയല്ല. ഇത് പറയാൻ വേണ്ടിയാണ് 10 മിനിറ്റ് എടുത്ത് ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്ത് ആളുകളെ വെറുപ്പിച്ചത്. സാധാരണഗതിയിൽ സാർ അതിനെ സംബന്ധിച്ച് ഈ ക്രമപ്രശ്നം ഉന്നയിക്കുന്ന ആൾ അത് ഉന്നയിക്കുകയും ബന്ധപ്പെട്ട മന്ത്രി, ഇവിടെ ധനകാര്യമന്ത്രി മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം പറയുകയും അത് സംബന്ധിച്ച് റൂളിങ് ചെയർ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. എത്രയോ കാലമായി, ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ സഭയിൽ എത്രയോ കാര്യങ്ങൾ കണ്ടത് അങ്ങനെയാണ് സാർ. സാറ് ഏറ്റവും സജീവമായ ഒരു മെമ്പറായിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു 3 പേരുടെ കമ്മിറ്റി വരുമ്പോൾ ഫിനാൻസിൻ്റെ കാര്യത്തിനകത്ത് ഫിനാൻസിൻ്റെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ നോക്കിയാലേ ധവളപത്രം തയ്യാറാക്കാൻ പറ്റൂ. ധവളപത്രം ആദ്യം ബ്രിട്ടീഷുകാരാണല്ലോ തുടങ്ങിയത്. അവിടുത്തെ ഗവൺമെൻറ് ഡോക്യുമെൻ്റ് ഇന്നിപ്പോൾ പ്രൈവറ്റ് മേഖലയിലുണ്ട്. സാർ, ഓഡിറ്റഡ് അക്കൗണ്ട്, ഓഡിറ്റഡ് ആയിട്ടുള്ള ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശം നമ്മുടെ സർക്കാരിൽ ആർക്കാ അവകാശം? AGക്കേ ഉള്ളൂ. C&AG ആണ്. സാർ, ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഏജൻസിയെ വെച്ചിട്ട് നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ? ഔദ്യോഗിക രഹസ്യ രേഖകൾ ആർക്കും കൊടുക്കില്ല എന്നുള്ള സത്യപ്രതിജ്ഞയുടെ ലംഘനം കൂടിയാണ് സാർ അങ്ങനെ പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ. അതൊരു ക്രമപ്രശ്നമല്ലേ?
ഔദ്യോഗിക രഹസ്യരേഖകൾ നിങ്ങളുടെ പ്രൈവറ്റ് ചാർട്ടേഡ് അക്കൗണ്ടിനെയോ വലിയ കമ്പനികളെ പോലും ഏൽപ്പിക്കാൻ പറ്റാത്തൊരു കാര്യം അങ്ങനെ കൊടുക്കുന്നില്ല. അപ്പം ഞാൻ പറയുന്നു, ഇതിനകത്ത് വെച്ചേക്കുന്ന അംഗങ്ങളെ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് അടിവരായിട്ട് പറയുകയാണ്. ആളുകളുടെ വ്യക്തിത്വത്തെ പറ്റി ചോദ്യം ചെയ്തില്ല, ഇന്റഗ്രിറ്റിയെ പറ്റി ചോദ്യം ചെയ്തില്ല. സാർ, നാളെ ഇതൊരു പ്രീസിഡൻ്റായിട്ട് എടുത്ത് ആരേലും 3 പേരെ കൊണ്ടുവന്നിട്ട് ഒരു ഡോക്യുമെൻ്റ് വെക്കാം, ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ആക്കാം. പിന്നെ ഇപ്പോൾ ഇവർക്ക് കൊടുത്തേക്കുന്ന കാര്യം തന്നെ മൊത്തം അവർക്ക് കിട്ടുന്ന വെച്ചല്ലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. കൊടുത്തത് കറക്റ്റ് അല്ലെങ്കിൽ അത് വെച്ച് വരുന്ന ഡോക്യുമെൻറ്റും പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ആവാം. സാറെ, പൊളിറ്റിക്കലായി ഉപയോഗിക്കാനല്ല വൈറ്റ് പേപ്പർ. മറുപടി പറയാൻ വേണ്ടി വി ഡി സതീശൻ എണീൽക്കുന്നു. അദ്ദേഹം ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് കെ.എൻ. ബാലഗോപാലിനെ വലിച്ചു കീറുകയായിരുന്നു. 5 കൊല്ലത്തെ നിയമസഭാ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വി ഡി സതീശന്റെ മറുപടി എങ്ങനെയായിരുന്നു? നടപടിക്രമങ്ങളുടെ ഒരു ലിസ്റ്റ് നിയമസഭ പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ നടപടിക്രമങ്ങൾ അനുസരിച്ച് മേശപ്പുറത്ത് വയ്ക്കുന്ന ഒരു കടലാസ് എന്ന ഐറ്റത്തിലാണ് ഞാൻ ഈ ധവളപത്രം മേശപ്പുറത്ത് വെച്ചത്. അത് വയ്ക്കുക എന്നത് സ്പീക്കറുടെ അനുവാദത്തോടു കൂടി ചെയ്യുന്നൊരു കാര്യമാണ്. അത് വെച്ചതിന് ശേഷമാണ് അതിന് ശേഷമുള്ള എന്തെങ്കിലും ഒബ്ജക്ഷൻ 303 എന്തെങ്കിലും അവതരിപ്പിക്കുന്നത്, അല്ലാതെ വെക്കുന്നതിന് മുമ്പല്ല. അത് നിയമസഭാ നടപടിക്രമങ്ങൾ അങ്ങ് 5 വർഷം അങ്ങേക്ക് അറിയാമെന്ന് പറഞ്ഞു. എനിക്ക് 25 വർഷം അറിയാവുന്ന ആളാണ്. ഇതാണ് നടപടിക്രമം. അങ്ങ് പരിശോധിച്ചാൽ മതി. ഇതിനു മുമ്പ് ഏത് കാര്യത്തിൽ ലീഗൽ ഒബ്ജക്ഷൻ, ഒരു ബില്ല് പോലും പൈലറ്റ് ചെയ്തിട്ടാണ് ലീഗൽ ഒബ്ജക്ഷൻ. രഹസ്യരേഖ എന്ന വാദത്തിന് മുനയടിച്ചത് ഇങ്ങനെയായിരുന്നു. ഒരു ഡോക്യുമെന്റും പുറത്തേക്ക് പോയിട്ടില്ല. ധനകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാബിനറ്റിന്റെ അനുമതിയോടുകൂടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാബിനറ്റിന്റെ അപ്രൂവൽ ഈ വൈറ്റ് പേപ്പറിനുണ്ട്. മുഴുവൻ നടപടിക്രമങ്ങൾ പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെൻ്റാണ് ഇതെല്ലാം. ഈ ഡോക്യുമെൻ്റ് ഇവിടെ ഇന്ന് വെച്ചിരിക്കുന്നത് കേരളാസ് ഫിസ്ക്കൽ ഹെൽത്ത് എന്നാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ചുള്ളൊരു സ്റ്റേറ്റസ് റിപ്പോർട്ടാണ് ഗവൺമെൻറ് സഭയിൽ വെച്ചിരിക്കുന്നത്. കാരണം കേരളത്തിലെ ജനങ്ങൾ അറിയണം കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ ചിത്രം എന്താണ് എന്ന്. കേരളത്തിലെ ജനങ്ങൾ, സാധാരണക്കാരായ ആളുകൾ, MLA-മാർ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, ഇത് തയ്യാറാക്കുന്ന ആളുകൾ എല്ലാവരും അറിയണം. ബ്യൂറോക്രസി എല്ലാവരും അറിയണം ഇതെന്താണ് കേരളത്തിൻ്റെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥ. ഇതെല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള വിവരങ്ങൾ മാത്രമാണ്. ഇത് ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. ഇത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യം സംബന്ധിച്ച ഒരു സ്റ്റേറ്റസ് റിപ്പോർട്ടാണ്. ഇത് കേരളത്തിൻ്റെ ഭാവി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രയോജനം ചെയ്യാൻ പോകുന്ന അടിസ്ഥാന ഡോക്യുമെന്റാണ്. കെട്ടിപ്പൊക്കിയ മിഥ്യകളൊന്നും ശരിയല്ല എന്ന് 10 മിനിറ്റ് നീട്ടി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞതൊക്കെ കേവലം 1/2 മിനിറ്റ് കൊണ്ട് വി ഡി സതീശൻ തകർത്ത് കളഞ്ഞു. ഇന്നലെ ഞാൻ അവതരിപ്പിച്ച വീഡിയോയിലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. വി ഡി സതീശൻ എണീറ്റ് നിൽക്കുന്നു, വാ തുറക്കുന്നു, ഒരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്നു. ആ കൊടുങ്കാറ്റിൽ പ്രതിപക്ഷ നേതാവും ഉപനേതാവും ഒക്കെ പറന്നു പോകുന്നു. അതിന് തുടക്കമായിരുന്നു ഇത്. അപ്പോഴേക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ക്യാപ്സ്യൂൾ ലഭിച്ചു കാണും. ഈ സമയം കിട്ടണമല്ലോ. ഈ സമയത്തിനുള്ളിൽ ആരെങ്കിലുമൊക്കെ ക്യാപ്സ്യൂൾ എത്തിച്ചു കാണും. ക്യാപ്സ്യൂളൊക്കെ നോക്കി നിന്നിട്ട് അദ്ദേഹം ചാടി എണ്ണീറ്റ് പറഞ്ഞു, ഇതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണ്. നമ്മുടെ സംസ്ഥാനം ഇതേവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ധവളപത്രങ്ങളൊക്കെ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ആയിരുന്നു. ഇതാണ് ശരിയായ ധവളപത്രം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർ, അത് വിചിത്രമായൊരു വാദമാണ്. സർ, നമ്മുടെ സംസ്ഥാനത്ത് അപ്പുറത്തായാലും ഇപ്പുറത്തായാലും മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ധവളപത്രം ഇറക്കിയിട്ടുണ്ട്. സർ, ഇവിടെ പ്രശ്നം ധനകാര്യ വകുപ്പിനെ ഇരുട്ടിൽ നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. ഇതിനു മുൻപുള്ള എല്ലാ ഗവൺമെൻറ്റുകളും, ഞങ്ങളതായാലും UDF-ൻ്റെതായാലും, ധനകാര്യ വകുപ്പാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. സർ, ഇവിടെ ധനകാര്യ വകുപ്പല്ല തയ്യാറാക്കിയത്. അതാണ് ഗൗരവമായ വിഷയം. അപ്പോൾ ധനകാര്യ വകുപ്പ് നേരത്തെ തയ്യാറാക്കിയ അത്തരം ഡോക്യുമെൻറ്റുകൾ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റാണെന്ന് മുഖ്യമന്ത്രി പറയുന്നത് വിചിത്രമായൊരു വാദഗതിയായിപ്പോയി. സർ, ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ്. അത്തരമൊരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ഇവിടെ കൊണ്ടുവന്നത് തീർത്തും അനുചിതമായ നടപടിക്രമമാണ്. ഒന്ന് തുറന്നു പോലും നോക്കാതെ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ പിണറായി അക്ഷരാർത്ഥത്തിൽ കാറ്റിൽ പറപ്പിക്കായിരുന്നു വി ഡി സതീശൻ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ നടത്തിയതാണ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. സാർ, ഒരു അങ്ങ് ഇതിന് എതിരായിട്ടൊരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഏത് നടപടിക്രമമാണ്, ഏത് ആക്റ്റാണ്, ഏത് റൂൾസാണ്, ഏത് പ്രൊസീജിയറാണ് ലംഘിച്ചുകൊണ്ടാണ് ഇത് നടത്തിയതെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ജസ്റ്റ് പറയാമല്ലോ,
ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്, അങ്ങ് ഇത് വായിച്ചു നോക്കിയിട്ട് പോലില്ലല്ലോ. വായിച്ചു പോലും നോക്കാതെ അങ്ങയുടെ കയ്യിൽ ഇപ്പോൾ കോപ്പി എത്തുന്നേ ഉള്ളൂ. അതിനു മുമ്പ് ഇതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണെന്ന് അങ്ങ് എങ്ങനെയാണ് മുൻകൂട്ടി പറയണത്? അത് മുൻവിധിയോടുകൂടി അങ്ങ് പറയാണ്, മുൻവിധിയോടുകൂടി. അതിൻ്റെ കവർ എത്തുന്നേ ഉള്ളൂ, അവിടെ ആ കവർ എത്തുന്നേ ഉള്ളൂ. എൻ്റെ കയ്യിൽ കിട്ടിയ ഞങ്ങൾ ക്യാബിനറ്റ് പരിശോധിച്ചുകൊണ്ട് എനിക്കറിയാം അങ്ങ് ഇത് കണ്ടിട്ട് പോലുമില്ല. കാണുന്നതിന് മുമ്പ് ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞത് ഉചിതമായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആവേശത്തോടെ പിണറായി പറഞ്ഞു, നടപടിക്രമങ്ങൾ, കീഴ്വഴക്കങ്ങൾ അത് പാലിക്കണമെന്ന്. സർ, ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതിനുള്ള മറുപടിയാണ്. അദ്ദേഹമാണ് പറഞ്ഞത് നേരത്തെയുള്ളതെല്ലാം പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിരുന്നു. അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നടപടിക്രമങ്ങളുടെ ലംഘനം ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ആ നടപടിക്രമങ്ങളുടെ ലംഘനം പൂർണ്ണമായിട്ടുണ്ടായിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് വിജയം കൊണ്ട് എന്തുമാകാം എന്ന നിലയിൽ മുഖ്യമന്ത്രി പറയുന്നത് ശരിയായ നടപടിയല്ല, അത് ശരിയായ ക്രമമല്ല. വി.ഡി. സതീശൻ പറഞ്ഞു, കീഴ്വഴക്കങ്ങൾ ലംഘിക്കാനുള്ളതാണ്. അതിനുവേണ്ടിയാണ് നിങ്ങളെ മൂലക്കിരുത്തി ഞങ്ങൾ 102 പേരെ ജനം തെരഞ്ഞെടുത്തത്. നിങ്ങളുടെ കീഴ്വഴക്കങ്ങളൊക്കെ ഞങ്ങൾ ലംഘിക്കും. ഇതിനു മുൻപ് ഇങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ അത് പാലിക്കേണ്ട ഏതെങ്കിലും നടപടിക്രമങ്ങൾ ലംഘിച്ചാൽ അത് പറയാം. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പിന്തുടരുന്ന നയം തുടരാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളെ ജനങ്ങൾ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് അതിനല്ല. ആ നയങ്ങൾക്ക് മാറ്റമുണ്ടാകണം, ആ സമീപനങ്ങൾക്ക് മാറ്റമുണ്ടാകണം. അതിനാണ് നിങ്ങളെ പരാജയപ്പെടുത്തി ഞങ്ങളെ വിജയിപ്പിച്ച് ഞങ്ങളെ ഈ കസേരകളിൽ ഇരുത്തിയിരിക്കുന്നത്. ആ മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും. എന്തൊരു മറുപടിയായിരുന്നു. നോക്കൂ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ. സംസാരിക്കാൻ അറിയാവുന്ന ഒരൊറ്റ ഒരുത്തൻ പോലുമില്ല. കെ.എൻ. ബാലഗോപാൽ വേറെ ആരുമില്ലാത്തത് കൊണ്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. കാരണം പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അറിയില്ല. പകരക്കാരനായ കെ.എൻ. ബാലഗോപാൽ എണീറ്റ് നിന്നുകൊണ്ട് ഒരേ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ ആരാണ് ഇക്കൂട്ടത്തിൽ സംസാരശേഷിയുള്ളത്? ഒരാളുമില്ല. CPI ആകപ്പാടെ അടി കിട്ടിയതുപോലെ ഇരിക്കുകയാണ്. അതുകൊണ്ട് CPI ഒരു വിഷയത്തിലും ഇടപെടാറില്ല എന്നതാണ് വാസ്തവം. ഒരു കാര്യം തീർച്ചയാണ്, വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയതാ. പാർട്ടിക്കാർ അസ്വസ്ഥപ്പെട്ടത് വെറുതെയല്ല. ഒരു വിഷയത്തെക്കുറിച്ചും ആധികാരികമായി അറിയാത്ത പിണറായി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എണീറ്റ് നിന്ന് വിവരക്കേടുകൾ വിളിച്ചു പറയും. ആ വിവരക്കേടുകൾക്ക് വീര്യം കൂട്ടാൻ വേണ്ടി കെ.എൻ. ബാലഗോപാലുമുണ്ട്. ഒറ്റ ഒരുത്തിന് വിഷയത്തെക്കുറിച്ച് ധാരണയില്ല. മറുഭാഗത്ത് ഭരണപക്ഷത്തെ എല്ലാ വിവരങ്ങളും അറിയാവുന്ന 100 പേരിലധികമുണ്ട്. ഇത് അവരുടെ ഒന്നും ആവശ്യമില്ല. വി.ഡി. സതീശൻ അറിയാത്തൊരു വിഷയവുമില്ല. സതീശൻ ഒറ്റയടിക്ക് എല്ലാവരെയും നിലംപരിശാക്കും. ഇനി വരാൻ പോകുന്ന 5 വർഷം സഭയിൽ വി.ഡി. സതീശൻ്റെ ആറാട്ടായിരിക്കും. പിടിച്ചു നിൽക്കാൻ കഴിയാതെ വെള്ളം കുടിക്കുന്ന പിണറായി ആയിരിക്കും നമ്മൾ കാണുന്നത്. സഭ പൂർണ്ണമായും വി.ഡി. സതീശൻ്റെ കൈകളിലേക്ക് മാറിയിരിക്കുന്നു. ഇങ്ങനെ വി.ഡി. സതീശൻ മുമ്പോട്ട് പോയാൽ ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ടെന്ന് പോലും ആരും അറിയാൻ പോകുന്നില്ല. ആകപ്പാട് CPM-ന് മുമ്പിലുള്ള ഏക വഴി സഭയ്ക്ക് പുറത്ത് ബഹളം വെച്ച് സമരം ചെയ്ത് എല്ലാം നശിപ്പിക്കുകയാണ്. അത്തരം നശീകരണ സമരത്തെയും ജനം വെറുത്തു തുടങ്ങി. CPM-ന്റെ അവസ്ഥ അതിദയനീയമാകും എന്ന് ഉറപ്പാക്കുകയാണ് സഭയിലെ ആദ്യ ദിവസങ്ങളിലെ നാണം കെട്ട CPM പ്രകടനവും അതിശക്തമായ വി.ഡി. സതീശൻ്റെ പ്രകടനവും.